ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ്. ഐക്കോറ ഫിഷാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 6 കഷ്ണം മീനുണ്ട്. മീൻ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെല്ലാം ചേർത്താണെന്ന് നോക്കാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, 2.5 ടീസ്പൂൺ വെള്ളം എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ശേഷം മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഒരു 10 മിനിറ്റ് വരെ തേച്ച് വെക്കാം. ഇനി കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടായതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 1/2 കപ്പ് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 വെളുത്തുള്ളി, 1 പീസ് ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് ചതച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ചേർത്ത് കൊടുത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു പകുതി തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. മസാല നല്ല പോലെ വേവിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് 1 നാരങ്ങ വലുപ്പത്തിൽ പുളി 1 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായി വെച്ചതാണ്. അതൊഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കറി ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചുറ്റിച്ച് കൊടുക്കുകയോ ചെയ്യുക. ഫിഷ് ഉടഞ്ഞു പോകരുത്.
ശേഷം 1.5 മിനിറ്റ് വരെ തിളപ്പിക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി എണ്ണയിൽ മൂപ്പിച്ചിടാം. അതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെക്കാം. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന തേങ്ങാപ്പാൽ ഫിഷ് കറി ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.